ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ചോദിക്കുന്നതെല്ലാം അള്ളിത്തരുന്ന അതിവിശിഷ്ടമായ അഭിജിത്ത് മുഹൂർത്തത്തെ പറ്റിയാണ്. ദിവസവും വരുന്ന ഈ അഭിജിത്ത് മുഹൂർത്തം അത്രയ്ക്ക് അത്ഭുതകരമായൊരു സമയമാണ്. ഈ മുഹൂർത്തം ദിവസവും 30 മിനിറ്റ് ഉണ്ടാകും. ഈ മുഹൂർത്തത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ഈ അത്ഭുതകരമായ സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ മനസ്സിലാക്കിയാൽ തീർച്ചയായും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചയും വിജയവും ഉണ്ടാകും. ഒരു ദിവസത്തിൽ നമുക്ക് ഒരു ദോഷങ്ങളും ഇല്ലാത്ത മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മമുഹൂർത്തവും ഗോധൂളി മുഹൂർത്തവും അഭിജിത്ത് മുഹൂർത്തവുമാണ്. ഈ 3 മുഹൂർത്തങ്ങൾക്കും ഒരു വിധത്തിലുള്ള ദോഷങ്ങൾ ഇല്ല. ഈ മുഹൂർത്തങ്ങളിൽ എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന മുഹൂർത്തമാണ് ഈ 3. പലർക്കും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആരോഗ്യ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടോ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ കഴിയാത്തവരാണ് പലരും. അങ്ങനെയുള്ളവർ ദിവസമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല ഫലമുണ്ടാകും. ഈ സമയം ഏതാണെന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് 11:45 മുതൽ 12:15 വരെയുള്ള സമയമാണ്. ഈ 30 മിനിറ്റാണ് നമുക്ക് മുഖ്യമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഈ 11:45 മുതൽ 12:15 വരെയുള്ള സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലം സുനിശ്ചിതമാണ്. നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും വിചാരിച്ച് ഭക്തിയോടെ നിങ്ങളുടെ ആഗ്രഹം പറയുക. അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ശക്തി അത്രയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കുക. തിങ്കളാഴ്ച വരുന്ന അഭിജിത്ത് മുഹൂർത്തത്തിൽ നിങ്ങൾ ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മേലധികാരികളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവാൻ ഈ തിങ്കളാഴ്ച അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ച വരുന്ന അഭിജിത്ത് മുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി വീട് വയ്ക്കാനും കടപ്രശ്നങ്ങൾ തീരാനും വളരെ നല്ലതാണ്. ബുധനാഴ്ച വരുന്ന അഭിജിത്ത് മുഹൂർത്തം കുട്ടികളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാവാൻ വളരെ നല്ല സമയമാണ്. മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചത്തെ അഭിജിത്ത് മുഹൂർത്തമാണ്. പലരും വീട് നഷ്ടപ്പെട്ടവരുണ്ടാകും, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടവരുണ്ടാകും, അധ്വാനിച്ചുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടവരുണ്ടാകും. ഇതുപോലുള്ള നഷ്ടങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വളരെ നല്ലതാണ് ബുധനാഴ്ചത്തെ അഭിജിത്ത് മുഹൂർത്തത്തിലുള്ള പ്രാർത്ഥന. വിദ്യയിൽ ഉയർച്ച ഉണ്ടാകാനും വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനും എന്നും ആഗ്രഹമുള്ളവർക്ക് വ്യാഴാഴ്ചയിലെ അഭിജിത്ത് മുഹൂർത്തമാണ് നല്ലത്. വെള്ളിയാഴ്ച ശുഭകാര്യങ്ങളുടെ ദിനമാണല്ലോ. ഏതെങ്കിലും മംഗളകാര്യങ്ങൾ നടന്നു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കല്യാണം നടന്നു കിട്ടണം, അല്ലെങ്കിൽ അതുപോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാൻ വെള്ളിയാഴ്ചയിലെ അഭിജിത്ത് മുഹൂർത്തമാണ് നല്ലത്. എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങളിൽ ജയിക്കണം, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്നതിനൊക്കെ ശനിയാഴ്ചയിലെ അഭിജിത്ത് മുഹൂർത്തമാണ് നല്ലത്. ആ സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും മാറി സകല നന്മകളും വരണമെന്ന് ആഗ്രഹമുള്ളവർ ഞായറാഴ്ച അഭിജിത്ത് മുഹൂർത്തമാണ് ഏറ്റവും നല്ലത്. ഞായറാഴ്ചയുടെ അഭിജിത്ത് മുഹൂർത്തത്തിന് അത്രയ്ക്ക് വിശിഷ്ടമായൊരു സമയമാണ്. ഇനി നട്ടുച്ചയ്ക്ക് വിളക്ക് വയ്ക്കാമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും. തീർച്ചയായും വയ്ക്കാം. അത്രയ്ക്ക് നല്ല ശുഭമുഹൂർത്തമാണ് ഓരോ ദിവസവും വരുന്ന അഭിജിത്ത് മുഹൂർത്തം. അത് വേണ്ട പോലെ ഉപയോഗിക്കുക.